ക്യാൻ ക്രഷ് ചെയ്തത് സൂപ്പർ മാർക്കറ്റുകളിലെ പല ഡസ്റ്റ് ബിന്നുകളിൽ കൊണ്ടിടാൻ പറയും. ഓബിയസ്ലി കാരണം അന്ന് ഇൻഡസ്ട്രി ലീഡേഴ്സ് ഒരുപാട് പേരുണ്ട്. ഇൻഡസ്ട്രി ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഫിസിക്കോയിട്ട് ആ സമയത്തുണ്ട്. അവർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. റബ്ബർ ഈ പറയുന്ന പോലെ ക്രഷ്ഡ് ക്യാൻസ് കൊണ്ടുവന്നിട്ട് ഫേസ്ബുക്കിലൊക്കെ ഡംപ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കാണുന്ന ആളുകളെന്ന് വിചാരിക്കാം ഇത് പലരും പേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയും അക്വറിക്കും പല രീതികളും ഫൗണ്ടേഴ്സ് ഫൗണ്ടേഴ്സ് ആ കോൺസെപ്റ്റ് വരുന്നപ്പോഴാണ് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ഇനീഷ്യൽ ഐഡിയ കൊണ്ടുവരുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ടെങ്കിൽ അതായിട്ട് അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിഷൻ കൊണ്ടുവരണം ഡിഫൈൻ ചെയ്യണമെന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ ക്ലിയർ വിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഓൺട്രപ്രണർഷിപ്പ്. നമ്മൾ അത് ഡിഫൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഒരു പ്രോബ്ലം ഉണ്ട്, അതൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതെന്താണ് ആ പ്രോബ്ലം, അത് ഐഡന്റിഫൈ ചെയ്യുക, അത് എന്ത് സൊല്യൂഷനാണ്, നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുക, ആ പ്രോട്ടോടൈപ്പ് റിയൽ യൂസേഴ്സിലേക്ക് എത്തിക്കുക, റിയൽ യൂസേഴ്സ് യൂസ് ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് എടുത്ത് അതിനകത്ത് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റിനെ മാനേജ് ചെയ്യുന്നത്. ഈ ഇംപ്രൂവ്മെന്റ്സ് വരുന്നതോടുകൂടി നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഏകദേശം സെറ്റ് ആവും. ദെൻ കംസ് സെക്യൂർ ഫണ്ടിങ്. ഫണ്ടിങ് ഇല്ലാതെ ഇതൊന്നും മുന്നോട്ട് പോയില്ല. അപ്പൊ ഫണ്ടിങ് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മളുടെ പേഴ്സണൽ സേവിങ്സ് യൂസ് ചെയ്യാം. പേഴ്സണൽ സേവിങ്സ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ലോൺസ് ഗ്രാൻസ് ഉണ്ടാവും. സ്റ്റാർട്ടപ്പ് പോലുള്ള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റംസിൽ അങ്ങനെ പ്രൊവിഷൻസ് ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താം. മേജർ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്താം, മുന്നോട്ട് പോകാം. ബിൽഡിംഗ് ടീം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യത്തെ ആളെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഫസ്റ്റ് എംപ്ലോയിനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലായി. രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ സെയിൽസിന്റെ കേസിൽ പറയും ക്ലോസിംഗ് ഓഫ് ഫസ്റ്റ് സെയിൽ ഈസ് പേ. അതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഫസ്റ്റ് ലോയൽ എംപ്ലോയിനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കസ്റ്റമറെ കണ്ടെത്തുന്ന അതേ ബുദ്ധിമുട്ടുള്ള ഒരു എംപ്ലോയിനെ കണ്ടെത്താനുണ്ട്. കാരണം ഈ എംപ്ലോയീസ് നമ്മളുടെ നേരത്തെ ഏറ്റവും ആദ്യത്തെ പോയിന്റ് പറഞ്ഞ വിഷൻ ക്യാരി ചെയ്യണം, അവർക്കും ഇത് കിട്ടണം വരെ. അതാണ് അവര് നമ്മളുടെ ഒപ്പം യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പിന്നീട് വലിക്കുന്ന എംപ്ലോയീസായി മാറും.